ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ദിയ ഫാത്തിമയിലേക്ക് എത്താൻ ഇനി കുറച്ച് ഇത് കൂടെ ഉള്ളൂ. ദിയ ഫാത്തിമ ഉണ്ട് തന്നെയാണ്, ലക്ഷ്യം കണ്ടെത്തി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഒരു ഇതിൽ തന്നെയാണ് നമ്മളും ഇരിക്കുന്നത്. അപ്പോൾ കുറേ ആൾക്കാർ പറയുന്നുണ്ട് നിങ്ങൾ ആവശ്യമില്ലാത്ത വീഡിയോ ഇടരുത് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻസ് വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ദിയ ഫാത്തിമയെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയാതെ വീഡിയോ ചെയ്യരുത്, നിങ്ങൾക്ക് എന്തിൻ്റെ സൂക്കേടാണ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും എന്തെങ്കിലും ഒന്നും അറിയാതെ നമ്മൾ വീഡിയോ ചെയ്യില്ല. എന്തെങ്കിലും കറക്റ്റായിട്ട് അറിഞ്ഞിട്ട് മാത്രമേ നമ്മൾ എന്തായാലും വീഡിയോ ചെയ്യാറുള്ളൂ. അപ്പോൾ ജുനൈദ് പറഞ്ഞതിൻ്റെ ഇതിൽ മാത്രം ജുനൈദ് പറയുന്നുണ്ട്. ജുനൈദ് എന്തായാലും ആ ഒരു ലക്ഷ്യത്തിൽ എത്തിയിട്ടുണ്ട്. ആ ഒരു ഇതിൻ്റെ പേരിൽ മാത്രമാണ് കുറച്ച് യൂട്യൂബേഴ്സ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ നിങ്ങൾ അവിടെ ഇരുന്നിട്ട് അത് ഇതെന്ന് പറയേണ്ട യാതൊരു കാര്യമില്ല. ഇപ്പോൾ നമ്മളിലൂടെ ഒരു വീഡിയോ ഇട്ടിട്ട് അതിലേക്ക് എത്താൻ കുറച്ചുകൂടെ സാധ്യത കൂടുതലാണെങ്കിൽ നമ്മളാൽ കഴിയുടെ രീതിയിൽ എന്ത് ഇതും നമ്മൾ ചെയ്യും. അതിന് യാതൊരു സംശയമില്ല. അപ്പോൾ ദിയ ഫാത്തിമയിലേക്ക് എത്താൻ ഇനി കുറച്ച് ഇതുള്ളത് ദിയ ഫാത്തിമ കണ്ടെത്തിയെന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ അത്രയ്ക്കും ഇതായിട്ടുള്ള ഇതാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം കേസിൻ്റെ ഇതൊക്കെയൊക്കെ ഒരു ഭാഗമായതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് എന്തായാലും ജുനൈദിന് പുറത്ത് വിടാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് കിട്ടുന്ന ഒരു ഇതാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ദിയ ഫാത്തിമയെക്കുറിച്ച് ഞാൻ വേറെ വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാത്തവരൊന്ന് പോയി കാണണം കേട്ടോ. അത് കണ്ടിട്ട് ഇത് കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിൽ ഞാൻ പറയുന്നുണ്ട്, ദിയ ഫാത്തിമയുടെ വീട്ടിൽ ദിയ ഫാത്തിമ കാണാതിരുന്ന സമയത്ത് ഒരു പോലീസ് വന്നിട്ടുണ്ടായിരുന്നു. മഫ്തിയിൽ ഒരു പോലീസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആ പോലീസിനെ കുറിച്ച് ഒരു വിവരവും ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ പോലീസ് ഈ ദിയ ഫാത്തിമയുടെ മാതാപിതാക്കൾ തന്നെയാണ് കുഞ്ഞിനെ കൊന്നു എന്ന് വരുത്തി തീർക്കാനാണ് ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ നാട്ടുകാരും അങ്ങനെ തന്നെയാണ് ശ്രമിച്ചത്. അപ്പോൾ ജുനൈദും ഫസ്റ്റ് അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരുന്നത്. പിന്നെ കൂടുതലായിട്ട് അന്വേഷിച്ചപ്പോഴാണ് മാതാപിതാക്കളല്ല തെറ്റുകാർ എന്നുള്ളത് മനസ്സിലായത്. എന്തായാലും ജുനൈദ് കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ജുനൈദ് പറയുന്ന കുറച്ച് വാക്കുകൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ ഒന്ന് കേൾക്കാം. എന്നിട്ട് ചോദിച്ചു, ഇവരോട് ചോദിക്കാണ് കുട്ടിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതാണ് ഇതാണെന്നൊക്കെ ഓരോ കാര്യങ്ങൾ ചോദിച്ചപ്പോ ഭർത്താവിന്റെ പെങ്ങളില്ലേ, ഈ ഭർത്താവിന്റെ പെങ്ങളും നിങ്ങളും വലിയ സുഖത്തിലല്ലല്ലോ, അവരങ്ങനെ പറഞ്ഞു, കുട്ടിനെ അപായപ്പെടുത്താൻ കാരണം നിങ്ങളാന്ന് അവര് പറഞ്ഞു. ഈ പാവം 2 മാസമായ പാവം ഉമ്മാനോട് ഇയാൾ വന്ന് പറയാ, ചിലക്കാണ് വീട്ടിൽ വന്നിട്ട്. ഇത് കഴിഞ്ഞ് ഇയാൾ നേരെ പോയത് എങ്ങോട്ട് അറിയോ? ഇയാളുടെ ഭർത്താവിന്റെ ഈ ദിയ ഫാത്തിമന്റെ ഉപ്പന്റെ തറവാട്ടിലേക്കാ പോയത്, വീട്ടിലേക്കാ പോയത്. അവിടെ പോയിട്ട് അയാളുടെ പെങ്ങന്മാരും ഇവരെയും കണ്ടിട്ട് പറഞ്ഞു, ദിയന്റെ ഉമ്മ അങ്ങനെ പറഞ്ഞു. എങ്ങനെ? ദിയന്റെ ഉമ്മ പറയണത്രേ, നിങ്ങളെ സുഖത്തിലല്ല, നിങ്ങൾ എന്തെങ്കിലും ഈ കുട്ടിയെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. അപ്പൊ ഞാനും വിചാരിച്ചു, ഓക്കെ, ചിലപ്പോൾ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അന്വേഷണമല്ലേ, പോലീസുകാരല്ലേ. അതിന്റെ പേരില് ആ നാത്തൂന് എന്നല്ല പറയാ, നാത്തൂന്മാര് എന്നല്ല പറയാ, എനിക്ക് കറക്റ്റ് അറിയില്ല. ആ സ്ത്രീയും ഇവരുടെ ഉമ്മയും തമ്മിൽ കോണ്ടാക്ട് കാര്യങ്ങളൊന്നുമില്ല. അവരുടെ ഉള്ളിലും പക പോലായി, ഒരു സങ്കടമായി, ഇവരുടെ ഉള്ളിലും സങ്കടമായി. ഇവര് തമ്മിൽ അറിയാത്തൊരു കാര്യമാണത്. അങ്ങനെ എന്തോ ഒരു കാര്യത്തിന് 1 മാസം കഴിഞ്ഞതിന് ശേഷം ദിയന്റെ ഫാത്തിമയുടെ ഉമ്മ അവർക്ക് വിളിക്കുമ്പോഴാണ് അവര് പറഞ്ഞു, ഇങ്ങനെ ഒരാൾ വന്ന് പോലീസുകാരങ്ങനെ പറഞ്ഞല്ലോ, ഞങ്ങൾ അങ്ങനെയാണ് നിങ്ങൾ കരുതിയത്. ഇവര് നല്ല സ്നേഹബന്ധത്തിൽ കഴിയുന്ന കുടുംബമാണ്, നല്ല ആളുകളാണ്. അപ്പോ ദിയന്റെ ഉമ്മ പറഞ്ഞു, എന്റെ അടുത്തും വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ വിചാരിക്കും അതൊരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വന്നതാ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അങ്ങനെ സ്റ്റേഷനിൽ പോയി, ഏതാണ് ഈ പോലീസുകാരൻ, എന്താണ് ഇയാൾ ഇങ്ങനെ പറയാൻ കാരണം, എന്തിനാ ഇയാൾ ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഒരു പോലീസുകാരൻ അവിടെ ഇല്ല. ആരാണ് അയാള്? അയാൾ ആരാണ്? അയാള് ഓക്കെ, ഇനിയിപ്പോ എന്നെ പോലെ, ഇപ്പൊ നമ്മളെ പോലെ ഒരു സഹതാപോ അല്ലെങ്കിൽ നമ്മളെ പോലെ നമ്മളെ കുട്ടിയാണ് അത് കിട്ടണം എന്നൊക്കെ പറഞ്ഞ കുഞ്ഞുങ്ങളെ ഇഷ്ടമുള്ള ആരെങ്കിലും ആണെങ്കിൽ പോട്ടെ നോക്കാം. പക്ഷെ അങ്ങനത്തെ ഒരാളാണെങ്കിൽ പിന്നെ ആ വീട്ടിൽ വരേണ്ട കേസിന്റെ കാര്യം പറഞ്ഞിട്ട് പിന്നെ ഇന്ന് വരെ അയാൾ ആ വീട്ടിലേക്ക് വന്നിട്ടില്ല. ഫാത്തിമന്റെ വീട്ടിലോ മറ്റേ വീട്ടിലോ വന്നിട്ടില്ല. അയാൾ ആരാന്ന് എനിക്കറിയാം, ഞങ്ങൾക്കറിയാം ആരാണെന്ന്. പക്ഷെ അയാൾ എന്തിനു വന്നു, എന്തായിരുന്നു അയാളുടെ ഉദ്ദേശം, എന്തേ പോലീസ് അന്വേഷിച്ചില്ല? പോലീസിനത് വേണ്ട, പോലീസ് അന്വേഷിക്കൂല.
ഉള്ള ആൾ വന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ കുടുംബത്തിൽ തന്നെ അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർ പോലീസ് സ്റ്റേഷനിൽ പോയി അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരാളെ ഇല്ല എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അറിയാം ദുരൂഹത കൂടുതൽ വരികയാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഇതെന്ന് അറിയില്ല. അപ്പോൾ ഈ കുഞ്ഞുമായിട്ട് പോലീസുകാർക്ക് വല്ല ബന്ധമുണ്ടോ, അതുപോലെ തന്നെ വേറെ ഇതിനുള്ളിൽ വേറെ വലിയ കൈകൾക്കൊക്കെ ഇതുണ്ടോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഒരാൾ വന്ന് അന്വേഷിക്കണം, മഫ്തിയിൽ വന്നിട്ട് പോലീസാണെന്ന് പറഞ്ഞിട്ട് ഇത്രയും വന്ന് പറയാന്നുണ്ടെങ്കിൽ അപ്പോൾ ആ കുഞ്ഞ് എന്തായാലും ഒരാളുടെ കയ്യിലുണ്ട്, അതിന് യാതൊരു സംശയമില്ല. അപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടുള്ളൊരു ഒത്തുകളി തന്നെയാണ്. അപ്പോൾ എന്തായാലും ആ കുഞ്ഞിന് നീതി ലഭിക്കണം, ആ കുഞ്ഞിന് മാതാപിതാക്കൾക്ക് എന്തായാലും ഇത് കിട്ടണം. നാട്ടുകാരടക്കം ആ മാതാപിതാക്കളെയാണ് സംശയിച്ചിരിക്കുന്നത്, അവരായിരിക്കും കുഞ്ഞിനെ കൊന്നത് എന്നൊക്കെയാണ് പറഞ്ഞ് പരത്തുന്നത്. അപ്പോൾ എന്തായാലും അവർക്ക് എന്തായാലും ഒരു നീതി ലഭിക്കുക തന്നെ ചെയ്യണം. അപ്പോൾ എന്തായാലും ജുനൈദ് എന്തായാലും അന്വേഷിച്ച് കണ്ടുപിടിക്കും. അപ്പോൾ അതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി കൂടുതലായിട്ടുള്ള വിവരങ്ങൾ ജുനൈദ് തന്നെ പറയും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള അപ്ഡേറ്റ്സ് നമുക്ക് തരാം. അപ്പോൾ ഇത് വീഡിയോ കണ്ടിട്ട് കുറ്റം പറയുന്നവരോട് നമ്മൾ നല്ല കറക്റ്റായിട്ട് അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്, അല്ലാതെ അവിടെ നിന്നും മുക്കുന്നും മൂലയൊന്നും എടുത്തിട്ടൊന്നുമല്ല നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതെന്തായാലും നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ദിയ ഫാത്തിമയ്ക്ക് എന്തായാലും കിട്ടണം. നമുക്ക് ഇത്രത്തോളമായ അവസ്ഥയ്ക്ക് എന്തായാലും ദിയ ഫാത്തിമയെ കിട്ടിയിട്ട് തന്നെ അടങ്ങുള്ളൂ എന്നുള്ളൊരു ഇത് തന്നെയാണ് ജുനൈദിനുള്ളത്. അപ്പോൾ എന്തായാലും അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ജുനൈദ് പറഞ്ഞ കുറച്ച് വാക്കുകളൂടെ നമുക്ക് കേട്ടിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമുക്കൊന്ന് കേട്ട് നോക്കാം. ഒരു കഥ ഉണ്ട്, അറിയോ? അതായത് ഒരു സ്ത്രീ കമന്റ് ഇട്ടു, എന്റെ വീഡിയോയിലല്ല വേറൊരു വീഡിയോയില്, ദിയ ഫാത്തിമ എന്റെ അടുത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ കമന്റ് ഇട്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇത്രയും ഞങ്ങൾ അന്വേഷിച്ച് ഞങ്ങൾ എത്തിയിരിക്കുന്ന ഒരു വഴിയില് ഞങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ട് ഇതെന്താന്ന്. പോലീസും ഉണ്ട് കൂടെ. അപ്പൊ ഒരാൾ വന്നിട്ട് പറയുന്നത് ദിയ ഫാത്തിമ ഞങ്ങളുടെ അടുത്തുണ്ട് എന്ന് പറയുന്നത്. ഞാൻ അവരെ നോക്കി, പെട്ടെന്ന് ക്യാച്ച് ചെയ്തില്ല. അവരെ കണ്ടെത്താനും അവരെ മൊബൈൽ നമ്പർ കിട്ടാനും ഒരുപാട് കഷ്ടപ്പെട്ടു. അതൊക്കെ ഞാൻ പറയാം ഇൻ ഫ്യൂച്ചർ, അടുത്ത വീഡിയോയിൽ പറയാം. അപ്പൊ ഞാൻ അങ്ങനെ കണ്ടെത്തിയപ്പോ ഇവര് പറയുന്നത് ഇത് ദിയ ഫാത്തിമയാണ്, ഇത്ര വയസ്സായിട്ടുള്ളൂ, ഇന്ന വീട്ടിൽ. ഞാൻ കുറച്ച് കാര്യങ്ങൾ കട്ട് ചെയ്തിട്ടാണ് പറയുന്നത്. ഞാൻ നന്നായി ആലോചിച്ചിട്ട് ഈ വിഷയത്തെ കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയുള്ളൂ. അപ്പോ അങ്ങനെ നോക്കുമ്പോ ഞാൻ പറഞ്ഞു, ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം, മാംഗ്ലൂരാണെന്ന് കൂട്ടിക്കോ സ്ഥലം, മാംഗ്ലൂരുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നമുക്കൊരു പരാതി കൊടുത്തിട്ട് ഈ വീട്ടിൽ പോയി അന്വേഷിക്കാം, എന്റെ ആളുകൾ വരാമെന്ന് പറഞ്ഞു. അപ്പൊ ഈ സ്ത്രീ പറഞ്ഞു, നോ, ആ വീട്ടില് ദിയ ഫാത്തിമ താമസിപ്പിക്കുന്ന വീട്ടിലുള്ള സ്ത്രീയും ഈ പോലീസുകാരനും എന്തോ കണക്ഷൻ ഉണ്ട്, അവര് അടുപ്പമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ അതിന് കുറച്ച് തന്റെ ഇടമുള്ള ആളുകൾ വേണം. എന്ത് ചെയ്യും? ആ നാട്ടിലുള്ള അങ്ങനെ ഞങ്ങള് കുറച്ച് ആളുകൾ ആ നാട്ടിൽ പോകുന്നു. മിനിഞ്ഞാന്ന് കഴിഞ്ഞ കാര്യമായിട്ടാ പറയുന്നത്, മിനിഞ്ഞാന്ന് കഴിഞ്ഞ കാര്യം. ഇത് നമ്മുടെ അന്വേഷണത്തിലെ വെറും സംശയത്തിന്റെ പേരില്. അപ്പോ കുറച്ച് ആളുകൾ പോകുന്നു. അപ്പൊ ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. കാരണം ഒരു വീട്ടിലേക്ക് നമ്മൾ കയറി ചെന്നാലേ അവർക്ക് കേസ് കൊടുക്കാം. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളോ കാര്യങ്ങളോ ഉണ്ടാകുമ്പോ പോസ്കോ കേസ് വരെ കൊടുക്കാം. അവർക്ക് വീട് അതിക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കാം. അങ്ങനെ പല കേസുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കൊടുക്കുക. തൽക്കാലം അതിന് സമയമില്ല, പക്ഷെ ഞങ്ങൾക്ക് ദിയ മോളെ കിട്ടും വേണം. അപ്പൊ എങ്ങനെയെന്ന് ആലോചിച്ച് രാവിലെ 4 മണി, സുബൈക്ക് 4 മണി മുമ്പാണ് ഒരു ഐഡിയ വരുന്നത്. അപ്പൊ അതുമായിട്ട് മുന്നോട്ട് പോയി ആ കുട്ടീനെ കണ്ടെത്തിയപ്പോ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനൊരു വീഡിയോ മുഴുവനായിട്ട് ആ ഫുള്ള് കാര്യങ്ങളും പറയാം. അപ്പോ എന്റെ നമ്പർ, അപ്പൊ എന്തെങ്കിലും കാര്യങ്ങളോ അങ്ങനെ കാര്യങ്ങളൊക്കെ കുട്ടീനെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ അറിയിക്കാനുണ്ടെങ്കിൽ നമ്പർ അവിടെ ഉണ്ട്. ഒരുപാട് ആൾക്കാർ കമന്റ് ഇടുന്നുണ്ട് നമ്പർ ചോദിച്ചിട്ട്. അങ്ങനെ കമന്റില് അപ്പോൾ ദിയ ഫാത്തിമയെ കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും പുറത്ത് വിടാൻ ജുനൈദിന് പറ്റില്ല. എന്താ ചോദിച്ചാൽ ആ കുഞ്ഞിനുമായിട്ട് എസ്കേപ്പ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ജുനൈദിന് കുറച്ച് കാര്യങ്ങൾ മാത്രമേ പുറത്ത് വിടാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ജുനൈദ് ഇത് ഇടുന്നത്. അപ്പോൾ ഓരോരുത്തർ ചോദിക്കുന്നുണ്ട്, ഈ ദിയ ഫാത്തിമ വെച്ചിട്ട് നിങ്ങൾ റീച്ച് ഉണ്ടാക്കുകയാണ് ഇതാവുകയാണ് എന്നുള്ളതൊക്കെ. അപ്പോൾ ഒരിക്കലും അങ്ങനെ റീച്ച് ഉണ്ടാക്കേണ്ട കാര്യമില്ല. ആ കുഞ്ഞിൻ്റെ ജീവിതം വെച്ച് നമുക്ക് റീച്ച് ഉണ്ടാക്കിയിട്ട് നമുക്കൊന്നും കിട്ടാനില്ല. ആ കുഞ്ഞ് കിട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് നമ്മളാൽ കഴിയുന്ന ഒരു സഹായം നമ്മൾ ചെയ്യുക എന്ന് മാത്രമാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മൾ റീച്ച്
എന്നുള്ളൊരു യാതൊരു ഇത് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും ജുനൈദ് ആ ഒരു ഇതിലെത്തിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അത് തന്നെയാണ് സത്യം. അപ്പോൾ എന്തായാലും ജുനൈദ് കണ്ടെത്തുക തന്നെ ചെയ്യും. അപ്പോൾ അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ജുനൈദിന് ആ ശക്തിയും ഇതും കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. എന്തായാലും ജുനൈദ് ആ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി ആ മാതാപിതാക്കൾക്ക് കൊടുക്കുന്ന ആ ഒരു വീഡിയോ ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ബൈ.